ഹായ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വൺമറ്റാനയുടെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു വെബ് ഷൂട്ടർ മോഡലുമായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് സ്പ്രേ ചെയ്തിട്ട് വെബ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരുന്നത്. അതിന് പകരം നമ്മൾ സിമ്പിളായിട്ട് ഇലക്ട്രോണിക് പരമായിട്ട് നമുക്ക് എങ്ങനെ വെബ് സ്പ്രേ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഫാനാണ്. അതായത് നമ്മുടെ ടോയ് കടയിലൊക്കെ കിട്ടുന്ന സാധാരണ ഒരു ടോയ് ഫാനാണ്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി ഫാനാണ്. നമുക്കിനി മണ്ടയ്ക്കത്തെ ഫ്രെയിം ഒന്ന് ഊരി മാറ്റണം. അപ്പോൾ താഴത്തെ ആ ഒരു ഫ്രെയിമും കൂടെ മാറ്റാം. നമുക്ക് ഫ്രെയിം വേണ്ട, അപ്പോൾ നമുക്ക് ആ ഒരു ലീഫ് മാത്രം മതി. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ രണ്ട് ഫ്രെയിം മാറ്റി വെക്കാം. ഇത് നമുക്ക് ആ ഒരു ലീഫ് സെൻറ്ററിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് സ്ക്രൂ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നേരെ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു വിക്സ് വേപ്പറപ്പിൻ്റെ ഒരു ക്യാനാണ്. ആ ഒരു ക്യാനിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ട് നമുക്കൊരു ഹോൾ ഇടാം. അപ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ നോക്കിയിട്ട് ഹോൾ ഇടാൻ വേണമെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഒരു സ്ക്രൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ആ നീല ക്യാൻ്റെ ചുറ്റിന് നമ്മൾ ഹോൾ ഇടണം. ഇതുപോലെ നമ്മൾ ചുറ്റിനും ഇട്ടിട്ടുണ്ട്, അകത്തി ഇതുപോലെ. ഓക്കെ, ഇനി നമുക്ക് ഇത് നേരെ നമ്മുടെ ലീഫിലേക്ക്, അതായത് പ്രൊപ്പല്ലറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി നമുക്കൊരു 3 ബാറ്ററിയും കൂടി ഇടേണ്ട ആവശ്യമുണ്ട്. ഇത് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്യാനുള്ളൊരു വെബ് ഫ്ലൂയിഡ് ഉണ്ടാക്കാം. അപ്പോൾ കുറേ പേര് ചോദിച്ചു ടിന്നർ എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ പെയിൻറ്റിലൊക്കെ മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ടിന്നർ എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ടിന്നർ ആവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ കലക്കാനായിട്ടൊരു പാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി കാണുക. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോക്കകത്തുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് തെർമാക്കോളും കൂടെ വേണം. ഫസ്റ്റ് നമ്മൾ ടിന്നർ കുറച്ച് പാത്രത്തിലേക്ക് ഒഴിക്കുക, നമുക്ക് വേണ്ടത്ര. പിന്നെ നമ്മൾ ആ തെർമാക്കോൾ അതിനകത്തോട്ട് ഇടുമ്പോഴത്തേനും ഒരു റിയാക്ഷൻ നടക്കും. അതായത് ഈ തെർമാക്കോളെല്ലാം അലിഞ്ഞലിഞ്ഞ് ഒരു ലിക്വിഡ് പരുവത്തിലാവും. ഓക്കെ, ഇതുണ്ടല്ലേ വലിയുന്ന രീതി, കറക്റ്റ് ഒരു എന്താ പറയുക, ഒരു സ്പൈഡർ വെബിൻ്റെ ഒരു രീതിയുണ്ട്. ഇനി നമുക്കൊരു 3 ബാറ്ററി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ഓണാക്കി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ ബാറ്ററിക്ക് പവറില്ല. നമ്മളിത് നേരിട്ട് ചാർജറെ കൊടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ USB കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ ലിക്വിഡ് നമ്മുടെ കേസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. യെസ്, ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, ശരിക്കും അടിപൊളി സംഭവമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു ലീഫ് ഇല്ലാതെ ആ ഒരു കേസ് മാത്രം നമ്മൾ വെച്ച് കറക്കുകയാണെങ്കിൽ അത്ര റിയാക്ഷൻ ചെയ്യുന്ന ഉണ്ടാവത്തില്ല. ഈ ഒരു ലീഫിൻ്റെ ഫ്രണ്ടിൽ ഇത് കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സാധനം കറങ്ങുമ്പോൾ ഈ കാറ്റിൻ്റെ ഒരു ഫോക്കസ് ഉണ്ട്. ആ ഒരു ഫോക്കസിലോട്ട് മാത്രമേ ഈ ഒരു വെബ് പോകത്തുള്ളൂ. അങ്ങനെ പോയിക്കോളാണ് ത്രെഡ് പോലത്തെ കുറേ വെബിൻ്റെ ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരിക്കും അടിപൊളി കേട്ടോ. ഇതായിട്ടുണ്ടോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു വെബ് ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര മെക്കാനിസം തന്നെയാണ്. അപ്പോൾ ഇത് ചെറിയൊരു രീതിയിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു വെബ് ഷൂട്ടർ നമ്മൾ കയ്യിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും.
എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഒരു എന്താ പറയുക നൂല് പോലെ ഇത് കറങ്ങി കുഴച്ച് കഴിയുമ്പോഴത്തേനും നൂല് പോലെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളത് ഉണ്ടാക്കാൻ ശ്രമിക്കും ഉറപ്പായിട്ടും, ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.